ശിവൻ പാപക്ഷമാദായകനാണ്. പുണ്യവും പാപവും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ പാപങ്ങളിൽ നിന്നും മോചനം വേണമെങ്കിൽ അവനെ ഒരു മുറിയില്ലാതെ വിളിച്ചാൽ മതിയാകും കൂട്ടുകാരെ. ശിവൻ അത് ആ ഒരു നമശിവായ എന്ന ഒരു നാമം പോലും നമ്മളെ പുണ്യത്തിലേക്ക് നയിക്കുന്ന കാര്യമാണ്. വഴിമുട്ടിയപ്പോഴും പലവിധ ദുഃഖത്തിൽ ആഴ്ന്നു പോയപ്പോഴും ഒരേ പേരാണ് എനിക്ക് ആശ്വാസം നൽകിയത്, ശിവൻ. ഭഗവാൻ എന്നെ തേടിയെത്തുകയായിരുന്നു. ഞാൻ പോയില്ല, എന്നെ തേടിയെത്തി, എനിക്ക് വഴികാട്ടി തന്നു. ആ വഴിയെ ഞാൻ നടന്നു, ഞാൻ ചേരേണ്ടടുത്ത് ചേർന്നു. എൻ്റെ ജീവിതം ഇപ്പോൾ ധന്യമായി. അതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. ശിവനുമേൽ ഭക്തി പറയുന്നവർക്ക് പ്രത്യേകമായി അത് ബ്രാഹ്മണനായിരിക്കണം, ഇല്ലെങ്കിൽ പുരോഹിതനായിരിക്കണം, കറുത്തവനായിരിക്കണം, വെളുത്തവനായിരിക്കണം എന്നൊരു വ്യത്യാസമൊന്നും ഇല്ല. വേട്ടക്കാരനും കള്ളനും വഴിപോക്കനും ആർക്ക് വേണമെങ്കിലും അവൻ്റെ ഒരു ഭക്തനാകാൻ ഉള്ള യോഗ്യതയുണ്ട്. ശിവൻ ഒരിക്കലും അത് നീ ഇങ്ങനെ ഇരിക്കണം എന്നുള്ള ഒരു നിബന്ധന പറഞ്ഞിട്ടില്ല. നീ ആരാണെന്ന് ചോദിച്ചിട്ടുമില്ല. പക്ഷേ അവൻ നോക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സ് മാത്രം മതി. മനസ്സിൻ്റെ എണ്ണങ്ങളും മനസ്സിൻ്റെ ആ ഒരു ചിന്തകൾ എല്ലാം അതാണ് ഭഗവാൻ നോക്കുന്നത്. നമ്മൾ പുറമേ ഒരു നല്ല കാര്യം ചെയ്തിട്ട് അകത്ത് നമ്മൾക്ക് മനസ്സിനകത്തുള്ളിൽ ഒരു ദുഷ്ടത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഭഗവാൻ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അവന് എത്ര വീണ് കിടന്ന് പ്രാർത്ഥിച്ചാലും ഭഗവാനെ കൊണ്ട് പോലും അവരെ രക്ഷിക്കാൻ പറ്റില്ല. അതേസമയം എത്ര കഷ്ടങ്ങൾ അനുഭവിക്കുന്ന സമയത്തും എത്ര ദുഃഖങ്ങൾ അനുഭവിക്കുന്ന സമയത്തും അമ്മയും അച്ഛനും നമ്മളെ തല്ലുമ്പോൾ ആ കാൽപാദങ്ങളിൽ നമ്മൾ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് പോലെ ആ അവസ്ഥകളിലെല്ലാം നമ്മളത് ആ ഭഗവാനെ വിടാതെ പിടിമുറുക്കുമ്പോൾ മാത്രമാണ് ഭഗവാന് മനസ്സിലാകുന്നത് ഇവന് എന്നോട് കാണിക്കുന്ന ഭക്തിയും സ്നേഹവും എല്ലാം യഥാർത്ഥമാണെന്ന്. അതേപോലെ ഒരു കഷ്ടപ്പെടുന്ന ഒരാളെ കാണുമ്പം അവരോട് കാണിക്കുന്ന ദയ, ജീവന് വേണ്ടി തുടിക്കുന്ന ഒരു പ്രാണനെ കാണുമ്പോൾ അതിനോട് കാണിക്കുന്ന ഒരു കാരുണ്യം, ഇതൊക്കെയാണ് ഭഗവാന് വേണ്ടുന്ന കാണിക്കകൾ. അപ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ ജീവജാലങ്ങളോടും നമ്മൾ ആ കരുണയും ദയയും സ്നേഹവും എല്ലാം കാണിക്കുമ്പോൾ അതിലെല്ലാം ഭഗവാന്റെ ആ ചൈതന്യം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് പക്ഷേ നിറയെ പേർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് ഒരു വിഷമകരമായ ഒരു സത്യം. അതിപ്പോൾ എല്ലാവരും മനസ്സിലാക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും പ്രശ്നങ്ങളിൽ നിന്നും അവർ ഓട്ടോമാറ്റിക്കാണ് അവർക്കൊരു വഴി തെളിഞ്ഞു കിട്ടും. ഇല്ലെങ്കിൽ അവർ വേറെ വഴികളിലൂടെയൊക്കെ കാടുമേടുകൾക്കൂടെ യാത്ര ചെയ്യേണ്ടി വരുന്ന ആ ഒരു സിറ്റുവേഷൻ അവർക്ക് അമയും. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ നമ്മുടെ ഈ ലോകത്തിലെ ആ ഒരു പ്രപഞ്ചത്തിലെ ഓരോ അണുക്കളിലും ഭഗവാന്റെ ചൈതന്യമാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ദുഷ്ടനായ ഒരു മനുഷ്യൻ, ഇല്ലെങ്കിൽ തലതെറിച്ചു പോയ ഒരു പേഴ്സൺ, അപ്പോൾ അങ്ങനെയുള്ള ആ അവസ്ഥയിൽ അവർ മാറിപ്പോയെന്ന് പറഞ്ഞാലും അവർക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ ആ കണ്ണുനീര് വാരിക്കോരി ഭക്തിയോടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ അവിടെ മറുപടി നൽകും. അതായത് നമുക്ക് ഉദാഹരണങ്ങൾ നമ്മുടെ പുരാണങ്ങളിലൊക്കെ നിറയെ അത് ഉണ്ട്. രാവണൻ, അങ്ങനെ കുറേ ഉണ്ട് നമ്മൾക്കത് പറയാൻ. അവരൊക്കെ ശിവഭക്തരായിരുന്നു. അവരൊക്കെ ലാസ്റ്റിൽ അവരുടെ ആ ഒരു ജന്മരഹസ്യങ്ങളെ വെളിപ്പെടുത്തി അതെല്ലാം അവരെ അനുഭവിക്കാൻ വെച്ച് ഒടുവിൽ അവർക്ക് മോക്ഷം കൊടുക്കുകയായിരുന്നു ഭഗവാൻ ചെയ്തത്. അപ്പോൾ ആ യാഥാർത്ഥ്യങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആ സത്യങ്ങളെ തേടി നമ്മൾ യാത്ര ചെയ്യും. അവിടെ ആ കറക്റ്റാன ആ വഴിയിൽ ഭഗവാൻ നമ്മളെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ ഭഗവാനോട് കാണിക്കുന്ന ആ ഒരു ഭക്തി നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളോടും കാണിക്കുന്ന ആ ഒരു സ്നേഹവും കരുണയുമാണ്. അതല്ലാതെ അത് മറ്റുള്ളവരോട് നമ്മൾ സ്പ്രെഡ് ചെയ്യാതെ അതിൽ നിന്ന് നമുക്ക് ഭഗവാന്റെ കരുണ നമ്മൾക്ക് ഒരിക്കലും കിട്ടില്ല. പോകാം, വഴിപാട് കഴിക്കാം, ഭഗവാന് അമ്പലത്തിൽ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാം, പൂമാല വാങ്ങിക്കൊടുക്കാം, എല്ലാം ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ കാരുണ്യം, ഭഗവാന്റെ ആ ഒരു കരുണ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ
നമ്മൾ ഭഗവാനോട് ചോദിക്കുന്നതെല്ലാം നമ്മളിൽ നിന്നും മറ്റുള്ളവരിലേക്കും കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. എല്ലാ മനുഷ്യനും ദൈവമുണ്ട്, എല്ലാ മനുഷ്യരും ദിവ്യാത്മ സ്വരൂപകരാണ്. അപ്പോൾ കൂട്ടുകാരെ, ശിവൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ, നമ്മുടെ ശ്വാസമായി. നമ്മൾ ഓരോ ശ്വാസം എടുക്കുമ്പോഴും ആ ശ്വാസത്തിൽ ഭഗവാനാണ് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത്. ഭക്തിയോടെ നമ്മൾ നമഃശിവായ എന്ന മന്ത്രം പോലും നമ്മുടെ മനസ്സിനെയും ജീവിതത്തെയും മാറ്റുന്ന കാര്യമാണ്. നമുക്ക് ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും ആ ഓം നമഃശിവായ എന്നുള്ള ആ ഒരു പഞ്ചാക്ഷര മന്ത്രം ജപിച്ച് അതിലെ നമ്മൾക്ക് ജീവിതത്തിനുള്ള എത്ര ദുരിതങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞാലും അതിൽ നിന്നെല്ലാം നമ്മൾക്കുള്ള ഒരു മാർഗം ഭഗവാൻ കാണിച്ചു തരുമെന്നുള്ളതാണ്. അപ്പോൾ പലരും പറയും, എനിക്ക് ശിവനെ പൂജിക്കാൻ അല്ലെങ്കിൽ എനിക്ക് ശിവനെ വിളിക്കാൻ എനിക്ക് എന്തർഹതയാവുള്ളത്, എനിക്കതിനൊരു അർഹതയില്ല, ഞാൻ പാപിയാണ്, അല്ലെ ഞാൻ നിർഭാഗ്യവാനാണ്, അങ്ങനെയൊക്കെ പറയും. പക്ഷേ അതെല്ലാം പറയുന്നവർ ഒന്ന് ഓർക്കുക, ശിവൻ നമ്മൾക്ക് അർഹതയെ നോക്കുന്നില്ല, അവൻ നമ്മുടെ ഹൃദയം മാത്രമാണ് നോക്കുന്നത്. നീ ഇപ്പോൾ ഒരു സങ്കടം അനുഭവിക്കുന്നെങ്കിൽ ആ സങ്കടം നിനക്ക് എന്തുകൊണ്ടാണ് വന്നത്? നീ എന്നോട് ചോദിക്കുന്നതെല്ലാം നിന്നിൽ നിന്നും നീ മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കാൻ നീ തയ്യാറാണോ? അങ്ങനെയൊക്കെ ഉള്ള നമ്മൾ അതിനെപ്പറ്റിയെല്ലാം ആഴത്തിൽ പോയി കഴിയുമ്പം ശിവൻ കരുണാമയനാണ്. ആരും ശിവനെ പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. സദാസമയം നമ്മൾക്കൊരു കഷ്ടം വരുമ്പോഴും എന്നെ ഇതിൽ നിന്ന് കരകയറ്റാൻ ഒരു വഴി കാട്ടിത്താ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ എനിക്കിത് താ, ഞാൻ ഇത് കിട്ടിയാൽ മാത്രമേ എൻ്റെ പ്രശ്നങ്ങൾ തീരുകയുള്ളൂ എന്ന് പറഞ്ഞ് ഭഗവാനോട് ആവലാതിപ്പെടാതെ, നീ എനിക്ക് എന്ത് കഷ്ടം തന്നാലും ഞാൻ അതെല്ലാം സഹിച്ചോളാം, പക്ഷെ അതെല്ലാം താണ്ടിപ്പോകാൻ നീ എൻ്റെ കൂടെ വേണം, നീ എൻ്റെ കൂടെ ഇരുന്ന് എനിക്കതിനുള്ള ധൈര്യം തന്ന് എനിക്കതിനുള്ള നല്ല പാതയിലേക്ക് എന്നെ വഴി നയിക്കണമെന്ന് ഭഗവാനോട് ആത്മാർത്ഥമായി നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ നിങ്ങളുടെ കണ്ണുനീരും പ്രാർത്ഥനയും കേൾക്കും. അതാണ് ശിവഭഗവാനോടെ ഞാൻ അനുഭവിച്ച സത്യം അതാണ് കൂട്ടുകാരെ. ഓരോ കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുമ്പോഴും ഓരോ പരിഹാരങ്ങൾ തേടി ഞാൻ പോയിട്ടുള്ളപ്പോഴും ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഒരു ആത്മനിർവൃത്തി ഞാൻ അനുഭവിച്ചിട്ടില്ല. ഭഗവാൻ എന്നെ ലാസ്റ്റിൽ കൊണ്ടെത്തിച്ചത് BMCയിലാണ്. എനിക്ക് അതിലേക്ക് ഗ്രാഹ്യമായിട്ട് പോയി എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇത്ര നാളും ഞാൻ എൻ്റെ ഭഗവാനോട് കാണിച്ച ആ സ്നേഹം, ഭഗവാനോട് കാണിച്ച ഒരു ആത്മാർത്ഥമായ എൻ്റെ പ്രാർത്ഥന, അതിൻ്റെ ഫലം മാത്രമാണ് എനിക്ക് കിട്ടിയ ഈ ഒരു BMCയിലെ ഓരോ വീഡിയോകളും. അതാണ് എൻ്റെ ജീവിതത്തെ മാറ്റിയത്. നീ അനുഭവിക്കാനുള്ള കർമ്മങ്ങളാണ് നീ ഇത്ര കാലം നീ അനുഭവിച്ചത്. ഇത് നീ അനുഭവിച്ചു തന്നെ ആകണം. നീ ഓരോ കഷ്ടങ്ങൾ അനുഭവിക്കുമ്പോഴും ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ട്, ഞാനുണ്ട്. നീ ഒരു കഷ്ടം അനുഭവിക്കുന്ന സമയത്തും അല്ലെങ്കിൽ നീ ഒരു പ്രശ്നത്തെ നേരിടേണ്ട സമയത്തും കറക്റ്റായിട്ടുള്ള ഒരു ചിന്ത നിനക്ക് ഞാൻ തരാം. അപ്പോൾ നിനക്ക് ആ മനസ്സിൽ തോന്നുന്ന ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ നീ മുന്നോട്ട് കാൽ വയ്ക്കേ, നിനക്ക് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് എന്നോട് ഓരോ നിമിഷങ്ങളും ഭഗവാൻ എന്നെ ഉണർത്തിച്ച നിമിഷങ്ങൾ എനിക്ക് ഒരുപാടുണ്ടായിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ നിങ്ങളോടൊക്കെ പറയുകയാണ്, നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്നും വെളിയിൽ വരാൻ നിങ്ങൾ ഭഗവാനോട് ആവശ്യപ്പെടുക. എന്നെ ഇതിനകത്തുനിന്ന് വെളിയിലോട്ട് എന്നെ കൂട്ടിയിട്ട് വാ എന്ന് നിങ്ങൾ ഭഗവാനോട് കേണപേക്ഷിക്കുക. മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരെ മുന്നിൽ എല്ലാ ജീവജാലങ്ങൾക്കും ഉപകാരം ചെയ്യുക, നിങ്ങളെക്കൊണ്ടാകുന്ന പോലെ ഉപകാരം ചെയ്യുക. എത്ര നിങ്ങൾ കഷ്ടങ്ങൾ അനുഭവിക്കുന്ന ആ സമയത്തും അനുഭവിക്കുന്ന സമയത്ത് ഇന്നൊരാൾ നിങ്ങളോട് കൈ നീട്ടുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് അവർക്ക് പകർന്നു കൊടുക്കുക. നിങ്ങൾക്കുള്ളതിൽ നല്ലത് പകർന്നു കൊടുക്കുക. ഇങ്ങനെയൊക്കെ നമ്മളിരിക്കുമ്പം ഒരുപാട് ഭഗവാന്റെ കാരുണ്യം നമുക്ക് കിട്ടും, നമ്മളെ നല്ല വഴിയിലെത്തിക്കും. ഞാൻ ഓരോ പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും എനിക്ക് ആ ഒരു ചിന്ത മാത്രമാണ് എന്നെ BMCയിൽ എത്തിച്ചത്. ഞാൻ ആ ഒരു ചാനലിനെ പറ്റി എനിക്ക് വെളിയിൽ പബ്ലിക് ചെയ്ത് പറയണമെന്നൊന്നും എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ സ്വയമേ പറയുന്നതാണ്. ഞാൻ അനുഭവിച്ച ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സമാധാനം ഉണ്ടല്ലോ, അത്
അത് നിങ്ങൾക്കും എത്തിച്ചേരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം നിങ്ങളൊരു പരിഹാരത്തിന് പോയെങ്കിൽ ആ ഒരു പരിഹാരത്തിന് ആ ഒരു നിമിഷം നിങ്ങൾക്ക് ഒരു പ്രശ്നം സോൾവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഇന്നൊരു പ്രശ്നം വരും. ആ പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങൾ തളർന്നു പോകും. നിങ്ങൾക്ക് ബലം കിട്ടത്തില്ല പിടിച്ചു നിൽക്കാൻ. ഈ ഒരു പ്രശ്നം തീർന്നപ്പോൾ ഭഗവാനെ ഈ ഇന്നൊരു പ്രശ്നമാണല്ലോ എനിക്ക് വന്നെന്ന് ഓർത്ത് നിങ്ങൾ തളർന്നു പോകും. അപ്പോൾ ആ തളർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ജീവിത സത്യങ്ങളെപ്പറ്റി അറിയണമെന്ന് പറയുന്നത്. ആ ജീവിത സത്യങ്ങളെപ്പറ്റി അറിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു തിരിച്ചുവരവ് ഉണ്ടാകും. നിങ്ങൾക്കൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഇത് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്. നമ്മൾ മാറണം. നമ്മളാണ് ആദ്യം മാറേണ്ടത്. ഒരു വീട്ടിൽ ഏതൊക്കെ തരത്തിലുള്ള ക്യാരക്ടറുള്ള ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാലും അവരൊക്കെ ഇരുന്നിട്ട് പോട്ടെ. പക്ഷേ അവിടെ നമ്മൾ മാറിക്കഴിയുമ്പം നമ്മുടെ കാര്യങ്ങൾ നമ്മളെങ്ങനെയാണ് മാറേണ്ടത് അതെല്ലാം BMCയിൽ പറയുന്നുണ്ട്. നിങ്ങൾ പോയി കാണുക. എന്നോട് BMCയെ പറ്റി പബ്ലിക് ചെയ്യണം, BMCയെ പറ്റി ഇതുമാതിരി സംസാരിക്കണമെന്ന് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ആരും എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. ആരുടെ കയ്യിൽ നിന്ന് ഞാൻ പണം വാങ്ങിയിട്ടില്ല. പക്ഷേ ഞാൻ അനുഭവിച്ച ഈ സമാധാനം എല്ലാവരിലേക്കും പോകണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർ എങ്ങനെ ഇരിക്കുന്നു, അവരങ്ങനെ ഇരിക്കുന്നില്ല. എനിക്കറിയാം, എനിക്ക് നല്ല ബോധമുണ്ട്. എനിക്ക് എന്നെപ്പറ്റി ഒരു മനുഷ്യനും കുറ്റം പറയില്ല. അവരെങ്ങനെയും ഇരുന്നിട്ട് പോട്ടെ. അവർ നേരെയാകുന്ന സമയത്ത് അവർ നേരെയാകട്ടെ. ഞാൻ നേരെയാകുമ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ നേരിടേണ്ട ഓരോ വിഷയത്തിൽ നിന്നും ഭഗവാൻ എന്നെ കൈപിടിച്ച് കൂട്ടിയിട്ട് പോകും. എനിക്ക് ആ ഒരു ധൈര്യമുണ്ട്. ആ ഒരു കോൺഫിഡൻറ്റ് നിങ്ങൾക്കും വേണം. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ ഇത്രയും സംസാരിച്ചത് കൂട്ടുകാരെ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.